സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ 8-7 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആ പൃഥു തന്നെ യജിച്ചു, പൂജിച്ചു, യജ്ഞം യാഗം മുതലായിട്ട് നടത്തിയിട്ട് സ്പർദ്ധാലുവായിരിക്കുന്ന മത്സരബുദ്ധിയിലുള്ള ഇന്ദ്രൻ കുതിരയെ അപഹരിച്ച് യജ്ഞം മുടക്കാൻ നോക്കി. യജ്ഞം മുടക്കികളെ ഏത് കാലത്തും ഉണ്ടാവും അല്ലേ? കാരണം ഈ 1000 യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ പദവി പൂവച്ചിട്ടാണ് ഇന്ദ്രൻ ഇത് തടയണത്. 1000 യജ്ഞം നടത്തിയാൽ ഇന്ദ്രൻ്റെ പദവിക്ക് അർഹനാണ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം പോവോ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, ഈ യജ്ഞത്തെ മുടക്കണത്. ഇവിടെ പറയണ ദേവേന്ദ്രം നുഹുരിതി വാജിനം ഹരന്തം വന്നോതം മുനിവരമണ്ഡലേ ജുഘോഷോ വൃന്ദാനേകമലഭേ കൃതോ സമാപ്തോ സാക്ഷാത്തം മേതിരിപുമൈക്ഷതാ സ്വയം സം ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം ഇതി മുഹു വാജിനം ഹരന്തം. വാജി കുതിര, ഹരന്തം ഹരിക്കുക, മോഷ്ടിച്ചു കൊണ്ടുപോവുക. മുഹു എന്ന് പറഞ്ഞാലോ പിന്നെയും വീണ്ടും മുഹു വാജിനം അരന്തം താം ദേവേന്ദ്രം. വീണ്ടും വാജിയ കുതിര, അതിനെ മോഷ്ടിക്കുന്നത് ഹരന്തം മുഹുരിതി ദേവേന്ദ്രം. ആ ദേവേന്ദ്രനെ എന്തു ചെയ്തു? മുനിവരമണ്ഡലേ വന്നോജുഘോഷൗ. മഹർഷിമാർക്ക് ദേഷ്യം വന്നു. എന്തത് യജ്ഞം മുഴുവനാക്കാൻ സമ്മതിക്കില്ല. അപ്പളേക്ക് അതിനെ കുതിരയെ കൊണ്ടുപോവുക. ആദ്യം മുടക്കിയ യജ്ഞം തുടങ്ങേണ്ടത് അവസാന ഘട്ടമാകുമ്പോഴാണ് കൊണ്ടുപോകണേ. അതുവരെ ചെയ്ത കർമ്മമൊക്കെ ആദ്യം ചെയ്യണ്ടേ. പല പ്രാവശ്യം ചെയ്തു, അവർ ക്ഷമിച്ച്. ദേഷ്യം വന്നവർക്ക് അതെന്താ അത് കഥ? ഈ യജ്ഞത്തെ ഇങ്ങനെ മുടക്കി ദ്രോഹിക്കുന്നവൻ അഗ്നിയിൽ വന്നിട്ടാണ്ട് വീഴട്ടെ. മന്ത്രമാണ് ചൊല്ലി. മന്ത്രം കൊണ്ടാണ് അവരുടെയൊക്കെ കളി, ആയുധം കൊണ്ടും തോക്കൊണ്ടും അല്ല. മുനിവരമണ്ഡലേ വന്നൗ ജുഹൂഷൗ. വന്നി അഗ്നി. ഇനി ഇവൻ കുതിരയെ കക്കരുത് എന്നും പറഞ്ഞ് ആ അഗ്നിയിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ചു. നല്ല കാലം അതിൽ വന്ന് വീണില്ല. അങ്ങനെ വെച്ചാൽ ഇന്ദ്രൻ്റെ കഥ കഴിഞ്ഞിരുന്നു. അപ്പളേക്ക് ബ്രഹ്മാവ് തടുത്തു. ഇതി മുഹു വാജിനം ഹരന്തം. വാജിനം മുഹു അരന്തം. കുതിരയെ പല പ്രാവശ്യം ഹരിക്കുന്ന തം ദേവേന്ദ്രം. ദേവേന്ദ്രനെ ആ വിഭക്തിയാണ്. ദേവേന്ദ്രം മുനിവരമണ്ഡലൈ. മുനിമാരാൽ കുറേ മഹർഷിമാരുണ്ടല്ലോ യാഗം ചെയ്യാൻ. വന്നൗ ജുഘോഷൗ. ആ വന്നിയിൽ അങ്ങോട്ട് ആവാഹിച്ചിട്ട് ഇവൻ്റെ കഥയുണ്ട് കഴിച്ചാലോ എന്ന് തീരുമാനിച്ചു, ആലോചിച്ചു. അപ്പം എന്തുണ്ടായി? കമലഭവേ രുന്ധാനേ. ബ്രഹ്മാവ് തടഞ്ഞു. അയ്യോ അത് വേണ്ട. ദേവേന്ദ്രനെ ആ യാഗത്തിൽ ഹോമിച്ചു അത്രേ പൃഥുവിൻ്റെ എന്ന് നാളെ ആളുകൾ പറയും. സ്ഥാനത്തിരിക്കണ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് യാഗത്തിന് തന്നെ ഒരു അമംഗളല്ലേ. ജീവികളെ കൊല്ലാറുണ്ട്, അങ്ങനെയൊക്കെ യാഗം നടത്തുന്നുണ്ട്. സ്ഥാനത്തിരിക്കണ ഇന്ദ്രനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത പ്രവൃത്തിയാവും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തടഞ്ഞു. കമലഭവേരുന്ധാനേ ക്രതൗ സമാപ്തൗ. അങ്ങനെ യാഗം അവസാനിച്ചു. യാഗം കൂടെ അവസാനിപ്പിച്ചു. കാരണം കുതിരയെ കൊണ്ടുപോകാൻ പിന്നെ സാധിച്ചില്ല. മക്കളുടെ ഇടപാട് കൊണ്ട് ഇന്ദ്രനെ കണ്ടപ്പോൾ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാണുന്നവരെയല്ലേ കള്ളത്തരം നടക്കുള്ളൂ. അപ്പം ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിലേക്ക് ആവാഹിച്ചു മോഷണം നിർത്തിയിരിക്കണം.
മതിയായി. കാരണം ഇവരോട് കളിച്ചാൽ ശരിയാവില്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി, ചെറിയിറക്കാറല്ല എന്ന്. ഇന്ദ്രൻ അങ്ങനെ അബദ്ധം ഒരുപാട് പ്രാവശ്യം പറ്റും. കൃഷ്ണാവതാരത്തിൽ മഴ പെയ്യിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചു, ഋഷഭാവതാരത്തിൽ മഴ പെയ്യിക്കാണ്ട് ബുദ്ധിമുട്ടിച്ചു. പൃഥുവിൻ്റെ കാര്യത്തിലോ യാഗം മുടക്കിയിട്ട് ബുദ്ധിമുട്ടിക്കുക, എങ്ങനെ വെച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ഇതാരോടാണ് കളിക്കണമെന്നെങ്കിലും നോക്കണ്ടേ, അതിനുള്ള ബുദ്ധിയും കൂടി ഇല്ല വെച്ചാലോ. നമ്മളൊക്കെ അങ്ങനെ നോക്കിച്ചാൽ ഭേദമാണ്. ഭഗവാനോട് കളിക്കാനുള്ള ബുദ്ധിശൂന്യതയൊന്നും നമ്മൾ കാണിക്കില്ല. പക്ഷെ അധികം ശക്തിയുള്ളവരോട് തന്നെ നമ്മൾ കളിക്കാറില്ല, പിന്നെ ഭഗവാനോട് കളിക്കുമോ? ഇന്ദ്രൻ ഇങ്ങനെയെന്ന് നമുക്ക് തോന്നും. ഇന്ദ്രൻ അങ്ങനെയാണ്, കാരണം എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത്രയും മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുക. ദേവേന്ദ്രൻ, അപ്സര സ്ത്രീകൾ, സിംഹാസനവും ആ വെൺകൊറ്റക്കൊടിയും കേമാണല്ലോ. ഇന്ദ്രൻ്റെ പദവി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അധിപനാവുക. സ്വർഗത്തിലിപ്പോൾ എന്ത് സുഖമില്ലാത്ത ഇതൊക്കെ തികയുമ്പോഴാണ് ഞാൻ കേമത്വം ഉണ്ടാവുക. ഒരു സംശയമൊന്നുമില്ല, ഞാൻ തന്നെയാണ് കേമൻ എന്നുള്ള ആ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഈശ്വരനോടും കൂടി എതിർക്കണത്. അപ്പം എന്ത് വന്നു? തം സ്വയം സ്വം മധുരിപും സാക്ഷാത് ഐക്ഷതാഹ. സ്വയമേവ ആ മധുരിപു എന്ന് പറഞ്ഞ ആരാണ്? വിഷ്ണു. മധു എന്ന അസുരനെ കൊന്നവനാണ് മധുരിപു. സാക്ഷാത് ഐക്ഷതാഹ. യാഗത്തിൻ്റെ അവസാനം ഇവരെന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ അങ്ങോട്ട് കണ്ടു. പൃഥുചക്രവർത്തി താൻ തന്നെയാണ്. പിന്നെപ്പോൾ അവിടെ വരാൻ വല്ല വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ? എന്തായാലും മഹാവിഷ്ണു അവിടെ ആവിർഭവിച്ചു. ഇനിയിപ്പോൾ യജ്ഞത്തിന് പൂർണ്ണത കിട്ടാൻ വേറെ എന്താ വേണ്ടത്? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, പൃഥു താൻ തന്നോട് തന്നെ പറയണേ, എണ്ണഴലിനോട് പറയണ പോലെയാ. ഇന്ദ്രനോട് ശത്രുതെന്നും വിചാരിക്കേണ്ട, അങ്ങൊരു നല്ല രാജാവല്ലേ. നല്ല രാജാക്കൾക്ക് ശത്രു ഉണ്ടാവില്ല. അതാണ് ഈ ധർമ്മപുത്രക്കൊരു പേരുണ്ട്, അജാതശത്രു തം ദൃഷ്ട്വ. അജാതശത്രു, ശത്രു ഇല്ലാത്തവൻ. അങ്ങനത്തെ രാജാക്കന്മാർ പണ്ട് കുറവ്, എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടാവും എന്നാണ്. പക്ഷെ ധർമ്മപുത്രക്ക് ശത്രുക്കളില്ല. അങ്ങോ പൃഥുവായിട്ട് ആ പേരല്ലേ നേടേണ്ടത്. അതുകൊണ്ട് അങ്ങൊരു കാര്യമുണ്ട്, ഇന്ദ്രനോട് ശത്രുത വിചാരിക്കേണ്ട. ബുദ്ധിശൂന്യതയാണ്, ബുദ്ധിമോശം കൊണ്ട് ചെയ്തത്. ബുദ്ധിയുള്ളവരെന്ത് വേണം, ക്ഷമിക്കല്ലേ നമുക്ക് ഭൂഷണം. അപ്പോൾ പൃഥു പറഞ്ഞു, അയ്യോ എനിക്കൊരു വൈരാഗ്യവും ഇല്ല, അവൻ്റെ ബുദ്ധിശൂന്യതയൊക്കെ എനിക്ക് എപ്പോഴും അറിയാം. പിന്നെ എന്തിനാ ഈ ബുദ്ധിയില്ലാത്തവരോട് ദേഷ്യപ്പെടണം? ബുദ്ധിയില്ലാത്തവരോട് പറയാൻ പോകരുത് എന്ന് പറയും ഇല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. കുടം കവത്തി വെള്ളം ഒഴിക്കണ പോലെ അത്. കുടം കവത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ ഉൾക്കൊള്ളണവരോട് പറയണം, അല്ലാത്തവരോട് പറയാൻ പോകരുത്. അവർ പറയണത് തന്നെ ശരിയെന്ന് സമ്മതിക്കുക നല്ലത്. ഇത്രേ അറിവുള്ളവരങ്ങനെ പറയണത്, അവരോട് അതാ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഊർജം വെറുതെ പോകുന്നല്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ദ്രനോട് യാതൊരു വിദ്വേഷവും ഇല്ല. ഇന്ദ്രനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു വിഷ്ണുവിൻ്റെ മുമ്പാകെ. അത് തീർക്കാനാണ് വിഷ്ണു അവിടെ വന്നതേ. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കണ ഒരു രാജാവ് ഇങ്ങോട്ട് ദ്രോഹം ചെയ്തിട്ടും ഇന്ദ്രനോട് ശത്രുത വിചാരിച്ചില്ല. വിഷ്ണു പറഞ്ഞു, രാജൻ അങ്ങ് മാതൃകാപരനാണ് കേട്ടോ. എന്താണ് അങ്ങക്ക് വരം വേണ്ടത്? ഇതെങ്കിലും വരം, എനിക്കിത് വരം ഈശ്വരനല്ലേ, എന്ത് വരമാണോ വേണ്ടത് ചോദിച്ചോളൂ. പോണതിൻ്റെ മുമ്പ് ചോദിച്ചാൽ ഞാൻ തരാം. ഗംഗാന്തേ വിഹിതപദക്കഥാഭിദേവ വരമുപലഭ്യ ഭക്തിമേകാം. വരം എന്തെങ്കിലും വേണോയെന്ന് ചോദിച്ചപ്പോൾ എന്ത് വരമാണ് മഹാവിഷ്ണു ഞാൻ അങ്ങയോട് ചോദിക്കേണ്ടത്? യാതൊന്നും വേണ്ട, അങ്ങയുടെ പാദപത്മത്തിലുള്ള ഭക്തി മാത്രം മതി. ഭക്തിമേകാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഭക്തിമേകാം വരം ഉപലഭ്യ. ഭക്തി എന്ന് പറയുന്നതിനോട് തുല്യം കടപിടിക്കാൻ ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. അതുകൊണ്ട് എനിക്ക് അതുമാത്രം മതി എന്നും പറഞ്ഞിട്ട് ഒരു വരം, അതാ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വരമായിട്ട് മേടിച്ചത്. അതങ്ങേക്ക് ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇപ്പം തന്നിട്ട് വേണോ എന്നങ്ങനെ ചോദിച്ചു. അങ്ങനെ ഭക്തി വരം ഉപലഭ്യ എന്ന് പറഞ്ഞത് എന്താണ്? പൃഥു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭാഗവത്തിൽ പറയേണ്ട, വരാൻ വിഭോ തദ്വരദേശ്വരാത്ഭുത കഥം പ്രണീതേ ഗുണവിക്രിയാത്മനാം ഏ നാരകാണാം അഭിസന്ധിദേഹിനാം താനീശ കൈവല്യപദേ വൃണേന ച. ഒന്നും ബുദ്ധിയില്ലോരങ്ങയിൽ നിന്ന് ചോദിക്കില്ല, ഭക്തി മാത്രമേ ചോദിക്കൂ. ന കാമയേ നാഥ തതപ്യഹം കുജൽ നയത്ര യുഷ്മച്ചരണം ഭുജാസവാം.
ഒരു വരം തരികയാണെങ്കിൽ എനിക്ക് തരണം. വിധത്സ്വ കർണായുധമേഷമേ വരാ. അങ്ങയുടെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ 1000 ചെവി, അതിൻ്റെ ശക്തി എനിക്ക് തരുമോ? ചെവി 2 ഉള്ളൂ, അതിനൊരു1000 ചെവികളുടെ ശക്തി കിട്ടിയാൽ വേണ്ടില്ല. പറയണോരോ 1000 നാവ് അങ്ങയുടെ കഥ പറയാൻ എനിക്ക് തരുമോ ഭഗവാനെ? ഭക്തന്മാർക്കതേ വേണ്ടൂ. കഥ പറയാൻ ഇഷ്ടമുള്ളവർ 1000 നാവ് എനിക്ക് കിട്ടിയാൽ വേണ്ടില്ല അനന്തനെ പോലെ. അതുകൊണ്ട് ഒക്കെ അങ്ങയുടെ കഥ പറയാലോ. കേൾക്കണോരോ 1000 ചെവിയുടെ ശക്തി കർണായുധം ഏഷമേ വരാ. സ ഉത്തമ ശ്ലോകമഖന്മുഖച്യുതോ ഭവത്പദാംബോജസുധാ കണാനില. ഭഗവത് പാദാംബുജത്തിലുള്ളതായിട്ടുള്ള ആ ഒരു ഭക്തി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ജഗത് ജനന്യ, ഇവിടെ പറയുന്നത് ജഗത് ജനന്യാൻ ജഗദീശ വൈശംസാദേവയൽ കർമ്മണിന സമീഹിതം. എനിക്ക് ഒരു അപേക്ഷയും കൂടി ഉണ്ട്. എന്താ? ഭഗവാനോടുള്ള ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ വേറൊരു കുഴപ്പമുണ്ട്. ഭഗവാൻ അവിടെയാവും. എവിടെയാണോ ഭക്തൻ വെച്ചാൽ അവിടെയും. ഇത് ഒരാൾക്ക് ഇഷ്ടാവില്ല എന്നാണ്. ആർക്കപ്പോൾ ഇത് ഇഷ്ടമല്ലാത്ത? മഹാലക്ഷ്മിക്ക്. തനിക്ക് കളിക്കാൻ ഭഗവാനെ കിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഭക്തൻ ഭക്തൻ ഭക്തൻ. അപ്പോൾ ലക്ഷ്മി എന്നോട് ഇടയും. ലക്ഷ്മി എന്നോട് ഇടഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണോ? ലക്ഷ്മി ഇല്ലാണ്ട് ആർക്കെയും ജീവിക്കാൻ പറ്റുമോ? അതങ്ങ് ഒന്ന് നോക്കി മാനേജ് ചെയ്യണം. ഞാൻ അങ്ങയെ ഭജിച്ചതുകൊണ്ടുണ്ടാകുന്ന നീരസം കൊണ്ട് അങ്ങ് സദാ ഇവിടെ വസിച്ചതായ ഒരു വിഷമം, അതാണ് ചിലപ്പോൾ ഭക്തന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ്. അതൊരു ഭൂഷണം അത്രേ അവർക്ക്. അത് ഏതെങ്കിലും ഒരു വിധത്തിൽ അവരത് കടന്നു പോവും. ഇപ്പം സുധാമാവ് കുചേലൻ എത്ര ദരിദ്രനായിരുന്നു, അദ്ദേഹത്തിന് അതൊന്നും മനസ്സിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ ഞാൻ ദരിദ്രനാണെന്ന് തോന്നണ്ടേ? അതാണല്ലോ ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തോന്നലാണ്. മനസ്സ് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് ദാരിദ്ര്യ? എന്തില്ലായ്മ ഉണ്ടെങ്കിലും ഈശ്വരൻ്റെ നിറവ് അതൊക്കെ നികത്തിക്കോളും. ഏതെങ്കിലും വിധത്തിൽ ഭഗവാൻ അവരെ കൊണ്ടു നടത്തും. ഇന്ന വിധത്തിൽ നിന്നൊന്നും നോക്കണ്ട. അപ്പം അത് ദൈവാധീനാണ്. അപ്പം അങ്ങനെയുള്ള ദാരിദ്ര്യം ഇപ്പം രാജാവാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കീഴ്പ്പെട്ട് പോവുക. പൈസയുടെ ആവശ്യം വരും. അപ്പോൾ ആ ലക്ഷ്മി എന്നോട് ഇടയുന്നതിനെ ഒന്ന് അങ്ങ് കാക്കണം പറഞ്ഞു. അതൊരു തമാശ പോലെ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. എന്നങ്ങനെ ആ ഭക്തി അനുഗ്രഹിച്ച് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. കാരണം നേരത്തെ എപ്പോഴേക്കോ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് 2 സ്ത്രീകളോട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചോദിച്ചാലും പറയുമ്പോൾ ഒരു സ്ത്രീ പലതും ചോദിച്ചു. ആഭരണമായിട്ടും വസ്ത്രമായിട്ടും വീടായിട്ടും ഭൂമിയായിട്ടും ഒക്കെ കൊടുത്തു രാജാവ്. നിനക്കെന്താ വേണ്ടത് ചോദിച്ചു രണ്ടാമത്തെ സ്ത്രീയോട്. എനിക്ക് അങ്ങേ ഭർത്താവായിട്ട് കിട്ടിയാൽ മതി. എന്താ നീ അങ്ങനെ ചോദിച്ചത്? ഈ രാജ്യം മുഴുവൻ അങ്ങയുടെയാണ്. അങ്ങ് എൻ്റെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഓരോന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഏതാ ബുദ്ധി? അതുപോലെ ഭക്തൻ ഇതിൻ്റെ മുഴുവനും അധിപനായിട്ടുള്ള ഭഗവാനെ സ്വന്താക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഈ ത്രിലോകത്തിൻ്റെ അധിപനായിട്ടുള്ള 14 ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഈ ത്രിലോകം എന്ന് പറയുന്നതും 14 ലോകം എന്നും ഒന്നാണ്. ഒരു ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് 3 ലോകമാക്കി തിരിച്ചിരിക്കുന്ന 14 ചിലതൊക്കെ ഒരു ഗ്രൂപ്പ്, ചിലത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ചിലത് മൂന്നാമത്തെ ഗ്രൂപ്പ്. ഈ 14 ലോകം എന്ന് പറയുന്നതും 3 ലോകം എന്നുള്ളതും ഒന്നാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അതിലത്തെ അധിപനാണ് ആര്? ഭഗവാൻ. ഭക്തി കൊണ്ട് ആ ഭഗവാൻ നമ്മുടെ ആയിട്ട് തീർന്ന. അപ്പം എന്താ ചോദിക്കേണ്ടത്? ഭക്തിയാണ് ചോദിക്കേണ്ടത്. ഭക്തി ചോദിച്ചാൽ ഭഗവാൻ നമ്മുടെ ആയി. അപ്പം ഓരോന്നെടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇരിക്കെ സത്രസ്ഥം മുനിനിവഹം ഹിതാനിശംസ. എല്ലാ മഹർഷിമാരോടും ഭഗവാൻ നല്ല നല്ല ഹിതകാര്യങ്ങൾ പറഞ്ഞു. സനകാദി മഹർഷിമാരവിടെ വന്നു. അവരും ഭഗവാന്റെ അവതാരമാണെന്ന് പറയണത്. സനകാദികളൊരു അവതാരാംശങ്ങളാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ, ഐഠിഷ്ട സനകമുഖാൻ മുനീൻ പുരസ്താദ്. ആ സത്രത്തിൽ സനകാദി മഹർഷികളെ ഇങ്ങനെ കാണുകയാണ്. ആ മഹാന്മാരൊക്കെ നല്ല കർമ്മങ്ങൾ നടക്കുമ്പോഴും നല്ല ശുദ്ധിയുള്ള സ്ഥലത്തും വരും. രണ്ടാമത്തെ സ്ഥലത്തൊന്നും അവർ പോയില്ല. അവിടെ പൃഥുവാണ് യാഗം നടത്തുന്നത്. പൃഥുവിൻ്റെ യാഗശാലയാണ്. ഭഗവാൻ അവിടെ വരും ചെയ്തു. പിന്നെ സനകാദികൾ വരണേന് അത്ഭുതമുണ്ടോ? ആ മഹർഷിമാരെ കണ്ടു. മഹർഷിമാരെ വളരെ ഭക്തി ബഹുമാനപൂർവം പൃഥുരാജാവ് സ്വീകരിച്ചു എന്ന് പറയുകയാണ്. വളരെ ഭക്തി ബഹുമാനത്തോടു കൂട്ടി സ്വീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഭാഗവത്തിൽ ഇത് വിസ്തരിച്ച് പറയും, നിങ്ങളെപ്പോലുള്ളവരല്ലേ ഈ കൊട്ടാരത്തിൽ വരേണ്ടത്? എൻ്റെ കൊട്ടാരം തന്നെ ധന്യായി രാജധാനി എന്നങ്ങനെ രാജാവ് അവരെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് കുറേ
തത്വജ്ഞാനം സംശയമൊക്കെ ചോക്കിയാണ് രാജാവ്. സുഖം കിട്ടാൻ എന്താ വേണ്ടത്, നല്ല മനുഷ്യന് എന്താ ചെയ്യേണ്ടത്, അവർ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാഗവതത്തിലൊക്കെ വിസ്തരിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെയോ വളരെ ചുരുക്കമായിട്ട് സനകമുഖോദിതം വിജ്ഞാനം എന്ന് പറഞ്ഞു. സനകാദികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിജ്ഞാനത്തെ സ്വീകരിച്ച് അവിടെ കഴിഞ്ഞു എന്ന്. അങ്ങനെ ആ സനകാദികളെ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞയച്ചു, തിരിച്ചയക്കുകയാണ്. യാത്ര അയച്ചപ്പോഴോ സങ്കടമായി പൃഥുവിന്. ഇനി ഇത്തരം ഒരു സത്സംഗം എന്നാണ് ഉണ്ടാവുക? സത്സംഗത്തിനുള്ളൊരു പ്രത്യേകതയാണത് അല്ലേ. നല്ല ആൾക്കാർ അടുത്തുനിന്ന് പോയാൽ ഒരു നഷ്ടബോധം ഉണ്ടാവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ മിസ് യു എന്നുള്ള തോന്നലുണ്ടാവും. ശരിയല്ലാത്തവർ വന്നാലോ അവർ പോയാൽ സന്തോഷം ഉണ്ടാവും. നന്നായില്ലോ, കുറേ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറയും ഇല്ലേ നമ്മൾ. അപ്പോൾ സജ്ജനങ്ങൾ അങ്ങനെയല്ല, അടുത്ത് വന്നാൽ അയ്യോ ഇനിയിപ്പോൾ എന്നാണാവോ കാണുക അല്ലേ, അങ്ങനെ ചോദ്യം ഉണ്ട്. ഇനിയിപ്പോൾ എന്നാ കാണുകയാണാവോ. അപ്പോൾ അവർ അടുത്തിരുന്നിട്ട് അവർക്ക് മതിയായിട്ടില്ല. അപ്പോൾ സജ്ജനങ്ങൾ ഏഷണിയോ സ്വാർത്ഥമോ ഇല്ലാത്തവർ അവർ അടുത്ത് വന്നാൽ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പം അത് പിരിഞ്ഞു. ആ സനകാദികളുടെ ഉപദേശങ്ങൾ അവർ പിരിഞ്ഞു പോയി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയണത്. വിജ്ഞാനം സനകമുഖോദിദന്തധാനം സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി തത്താദൃക് പൃഥുപരീശ്വര തത്വരം മേ. പുതുരൂപം സ്വീകരിച്ചിട്ടുള്ള ഗുരുവായൂരപ്പ രോഗൗഘം പ്രശമയ വാതകേകവാസിൻ, എൻ്റെ രോഗത്തെ കൂട്ടത്തിൽ തീർത്ത് തരണേ ഒക്കെ പറഞ്ഞിട്ടത് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദശകത്തിൻ്റെയും അവസാനം. അപ്പോൾ സനകാദികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഇപ്പം നാളെ ആ ശ്ലോകം ഒന്നും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 19ാമത്തെ ദശകം തുടങ്ങാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ലേശം പറയാനുണ്ട് ഭാഗവതത്തിൽ. ഇപ്പോൾ പറയാൻ കുറേ സമയമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സനകാദികൾ പറഞ്ഞത് വിസ്തരിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. നാരായണീയത്തിൽ ഭാഗവതത്തിൽ നല്ലോണം ഒരു അധ്യായം മുഴുവൻ ആ സനകാദികളുടെ പറയാം അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.